ഹായ് നമസ്കാരം. ഓട്ടോ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് പല ഇൻഡസ്ട്രി, ബേക്കറി, അങ്ങനെ പല കമ്പനികളിലും അവരുടെ കൺസ്യൂമർ ഐറ്റം ഉണ്ട്. ഓക്കെ, അത് മാനുഫാക്ചറിങ് മോഡ്യൂൾ യൂസ് ചെയ്യാതെ എങ്ങനെയാണ് അത് കൺസപ്ഷൻ ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, നമ്മൾ ആദ്യം അതിനായിട്ട് ഡയറക്റ്റ് മോഡ്യൂളിലോട്ട് പോകുന്നു. ജസ്റ്റ് ഇൻവെൻറ്ററി മോഡ്യൂളിൽ പോയിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു ഫസ്റ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു A4 ഷീറ്റ് പേപ്പർ. ഓക്കെ, ഇതായിരുന്നു. അതിനുശേഷം ട്രാക്കിംഗ് ക്വാണ്ടിറ്റി ആണ്. ഇവിടെ കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇതിന് അഗേൻസ്റ്റ് നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കായി മാപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് വൺസ് നിങ്ങൾ ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ JV പാസ് ആവുള്ളൂ. ഓക്കെ, ഞാൻ ഇതിന് ക്വാണ്ടിറ്റിയും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് മാനുവലായിട്ട്. ഓൺ ഹാൻഡ് സ്റ്റോക്കും ഞാൻ അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, സേവ് ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതായിരുന്നു. നമ്മൾ പ്രൊഡക്റ്റിൽ നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ കോസ്റ്റും അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ജസ്റ്റ് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ അടുത്ത് പോകുന്ന ലൊക്കേഷനിലാണ്. ലൊക്കേഷനിൽ ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്ന അത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പോകുന്നു. ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അതിനുശേഷം ഞാൻ ഇത് കൺസ്യൂമബിളായി ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമുണ്ട്, ലോസ് അക്കൗണ്ട്. ഇത് നമ്മൾ മാപ്പ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കമ്പനിയിൽ കൺസ്യൂമർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു വേറെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനായി ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ അക്കൗണ്ട് ടൈപ്പിൽ എക്സ്പെൻസിൽ ഞാൻ ജസ്റ്റ് ഒരു ഓക്കെ സാലറി എക്സ്പെൻസ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. കൺസ്യൂമബിൾ. ഓക്കെ, ഈ അക്കൗണ്ട് ഇവിടെ മാപ്പ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ലൊക്കേഷൻ പ്രൊഡക്റ്റിൽ അസൈൻ ഇതാക്കി അതിനുശേഷം നമ്മൾ ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനുശേഷം അക്കൗണ്ട് മാപ്പ് ചെയ്തു. ഇനി ഓപ്പറേഷൻ ടൈപ്പിൽ നമ്മളതൊരു ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കൺസ്യൂമബിൾ. ഓക്കെ, അതിനുശേഷം ഇത് ഇന്റേണൽ ട്രാൻസ്ഫർ ആണ്. അതിനുശേഷം നമ്മൾ സീക്വൻസ് നമ്പർ കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡെസ്റ്റിനേഷൻ ലൊക്കേഷൻ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ലൊക്കേഷൻ ഇവിടെ ചൂസ് ചെയ്യാം, കൺസ്യൂമബിൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ചാർട്ട് അക്കൗണ്ട് മാപ്പ് ചെയ്തു. അതിനുശേഷം ഓപ്പറേഷൻ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ ഓവർവ്യൂവിൽ പോയിട്ട് കൺസ്യൂമബിളിൽ ജസ്റ്റ് ഒരു ഇന്റർ കൺസപ്ഷൻ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഏത് പ്രൊഡക്റ്റാണ് ചൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏതൊക്കെ പ്രൊഡക്റ്റ് ഉള്ളത് വൺ ഷോട്ടിൽ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ക്വാണ്ടിറ്റി കൊടുക്കുന്നു. 10 ക്വാണ്ടിറ്റി കൊടുത്തു. മാർക്കസ് ഡൂ ചെയ്യുന്നു. അതിനുശേഷം വാലിഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം വാലിഡേറ്റ് ചെയ്തു. ഇപ്പം ഞാൻ ജസ്റ്റ് പ്രൊഡക്റ്റിലോട്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓട്ടോമാറ്റിക്കാണ് നമുക്ക് സ്റ്റോക്ക് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 100 ആയിരുന്നു നമ്മൾ ഇനീഷ്യൽ കൊടുത്തിരുന്നത്. അതിനുശേഷം 90 ആയിട്ടുണ്ട്. ഇനി ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ കൺസ്യൂമറിൽ 100 ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഞാൻ JV ചെക്ക് ചെയ്യുന്നു. JV ചെക്ക് ചെയ്യുമ്പോഴും ഇപ്പം നമ്മുടെ A4 ഷീറ്റിൻ്റെ JV പാസ്സായിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് മാനുഫാക്ചർ മോഡ്യൂൾ യൂസ് ചെയ്യാതെ ഇത് കൺസപ്ഷൻ ചെയ്യുന്നത്. വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.